4.5 വർഷങ്ങൾക്ക് ശേഷം ജോർജ് കുട്ടിയുടെ വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ദൃശ്യം 3യിലൂടെ പറയുന്നതെന്ന് സംവിധായകൻ ജിത്തു ജോസഫ്. സിനിമയുടെ പൂജ ചടങ്ങിനിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എറണാകുളം പൂത്തോട്ട SN ലോ കോളേജിലായിരുന്നു സിനിമയുടെ പൂജ നടന്നത്. ഇതൊരു നല്ല സിനിമയാണ്, അമിത പ്രതീക്ഷയോടെയൊന്നും വരാതിരിക്കുക. ജോർജ് കുട്ടിയുടെ കുടുംബത്തിൽ എന്താണ് സംഭവിക്കുക, അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നൊക്കെയാണ് സിനിമയിൽ പറയുന്നത്. മറ്റ് 2 ഭാഗങ്ങളുടെ മുകളിൽ നിൽക്കാൻ വേണ്ടിയൊന്നും ചെയ്തതല്ല ഈ സിനിമ. 4.5 വർഷങ്ങൾക്ക് ശേഷം ജോർജ് കുട്ടിയുടെ വീട്ടിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്, എന്തൊക്കെ സംഭവിക്കാം എന്നതാണ് ഈ സിനിമയിൽ പ്രതിഫലിപ്പിക്കുന്നത്. ആ ആകാംക്ഷയോടെ ഈ സിനിമ കാണാൻ വരാം. ഈ അവസരത്തിൽ മോഹൻലാലിനോടൊപ്പം പ്രവർത്തിക്കുന്നതിൽ ഏറെ സന്തോഷം നൽകുന്നു. സിനിമ എപ്പോൾ തിയേറ്ററുകളിൽ എത്തുമെന്ന് എനിക്കറിയില്ല. ചിത്രീകരണം തീരും പോലെയിരിക്കും റിലീസിന്റെ തീയതി. അതൊക്കെ നിർമ്മാതാക്കളാണ് തീരുമാനിക്കുന്നത്. ദൃശ്യം ഒരു ത്രില്ലർ സിനിമയൊന്നുമല്ല, ഇതൊരു ഫാമിലി ഡ്രാമയാണ്. അത് 2 കുടുംബങ്ങളുടെ കഥയായിരുന്നു. ഇപ്പോൾ അത് ജോർജ് കുട്ടിയുടെ കുടുംബത്തിലെ കഥയാണ്. അവർ നേരിടുന്ന ട്രോമകളും മറ്റു ബുദ്ധിമുട്ടുകളുമാണ് സിനിമയിൽ പറയുന്നത്. ജിത്തു ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞു.